Welcome to Flavors of India. ഇപ്പോൾ നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ഇതും ഒരു ഡാം സൈറ്റാണ്. ഈ ഡാം സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പൊന്മുടി ഡാം. പൊന്മുടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹിൽ സ്റ്റേഷനുണ്ട് ട്രിവാൻഡ്രത്തിനടുത്തുള്ള. പക്ഷേ ഇതല്ല, ഇത് ഇടുക്കി ജില്ലയിലെ പൊന്മുടി ഡാം. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ ഇത് മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇത് ശരിക്കും പറഞ്ഞാൽ രാജാക്കാടിനടുത്താണ് ഈ പറഞ്ഞ ഡാം സ്ഥിതി ചെയ്യുന്നത്, അതായത് പൊന്മുടി ഡാം. അപ്പോൾ നമ്മൾ പൊന്മുടി ഡാമിൻ്റെ വെള്ളം, അതായത് ഇവിടെ ഈ കാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആനയിറങ്ങൽ ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. അവിടെ സ്റ്റോർ ചെയ്യുന്ന വെള്ളം തുറന്നു വിടുന്നതാണ് ഇവിടെ പൊന്മുടി ഡാമിലേക്ക് ആവശ്യമുള്ള വെള്ളം വരുന്നത്. അപ്പോൾ ഈ കാച്ച്മെൻ്റ് ഏരിയയിൽ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് മഴക്കാലമാണ്, ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കുറയുന്നൊരു സമയമുണ്ട്, അതായത് വേനൽക്കാലം. അന്നേരം ആനയിറങ്ങൽ ഡാമിൽ നിന്നും വെള്ളം ഇവിടേക്ക് പുറത്തു വരും. ധാരാളം വെള്ളം ഇവിടേക്ക് കിട്ടും. ഇപ്പോൾ നോക്കൂ, എന്ത് സ്റ്റില്ലായിട്ടാണ് കിടക്കുന്നത്. വെള്ളത്തിനൊരു അനക്കം കൂടിയില്ല. ഭയങ്കര എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് വെള്ളം അല്ലേ. ഭയങ്കര ഒരു വല്ലാത്തൊരു സ്റ്റിൽനെസ്സാണ് ഈ വെള്ളത്തിൽ കാണുന്നത്. ഒരു ഗ്രീൻ കളറിലെ നല്ല ഭയങ്കര ഒരു ഡെപ്ത് തോന്നിക്കുന്നത്. ശരിക്കും നല്ല താഴ്ചയുണ്ട്, നിറച്ച വെള്ളമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നോക്കുമ്പോൾ കാണാം, ഇത് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് ഏരിയയിലായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ് കാണുകയാണ്, കണ്ടില്ലേ? അതെ, ഇതിങ്ങനെ പരന്ന് ഇതൊരു ഒരിക്കലും നദി ഒഴുകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ചുറ്റോട് ചുറ്റും കാടാണ്, ശോലവനം. ഇവിടെ തേയിലത്തോട്ടമല്ല ഇതിന് ചുറ്റും കാണുന്നത്. അതേസമയം ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരമൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് തേയിലത്തോട്ടങ്ങൾ കാണാം. അങ്ങനെ വേറൊരു വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ഷോള ഫോറസ്റ്റാണ് അതിന് ചുറ്റോട് ചുറ്റും ബോർഡർ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലായി മലനിരകളും മേഘങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഈ വ്യൂ പോയിൻ്റിന് പേരുണ്ട്, കള്ളിമാലി വ്യൂ പോയിൻ്റ്. കള്ളിമാലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ പേരിൽ. ആ ക്ഷേത്രത്തിൻ്റെ പേരുമായി ചേർന്നിട്ടുള്ള വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇതിങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നമ്മളൊന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരുന്നതാണ് ഈ കള്ളിമാലി വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും പൊന്മുടി ഡാമിൻ്റെ ഇങ്ങനെ ഒരു വ്യൂ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ വാഹനവുമായി താഴേക്ക് പോയാൽ ആ ഡാം സൈറ്റിൻ്റെ അവിടെ പോകാൻ സാധിക്കും. അപ്പോൾ ആ കാച്ച്മെൻറ്റ് ഏരിയ ഇങ്ങനെ കാണുന്നു, അല്ലാണ്ട് ഷട്ടേഴ്സൊക്കെ ഉള്ള ഭാഗവും കാണാം. പൊന്മുടി അണക്കെട്ട് അഥവാ പൊന്മുടി ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഷട്ടർ ഇപ്പോൾ തുറന്ന് വിടാൻ പോവാണ്. നിറഞ്ഞ് കവിഞ്ഞ് കിടക്കും. ഒരു നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന ഡാം, അതായത് ഡാം ഫുള്ളായി കഴിഞ്ഞാലാണ് ഷട്ടർ തുറക്കുന്നത്. ആ ഷട്ടർ തുറക്കുമ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ ഫോഴ്സിൽ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒരു ഷട്ടറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ തുറന്നതേ ഉള്ളൂ. തുറന്ന ഉടനെ തന്നെ ആ വെള്ളം ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ പൊന്മുടി ഡാം, അതിൻ്റെ ഒരു ഷട്ടർ തുറക്കുന്ന ആ ഒരു കറക്റ്റ് മോമെൻറ്റിലാണ് നമ്മളിവിടെ എത്തിയത്. ശരിക്കും അത് ഷട്ടർ ഇങ്ങനെ പൊങ്ങിയത് കണ്ടില്ലാന്നേ ഉള്ളൂ. പക്ഷേ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി തുടങ്ങിയപ്പോൾ അന്നേരം കിട്ടിയായിരുന്നു. ഇതിൻ്റെ ഓപ്പറേറ്ററാണ് അല്ലേ? സാറിൻ്റെ പേരെന്താണ്? ആന്റണി ഫിലിപ്പ്. ഇതിൻ്റെ ഷട്ടർ തുറക്കുന്നതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ചാർജാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണ് ഇന്ന് തുറക്കാൻ കാര്യം? ലെവൽ നോക്കിയിട്ട് ശരിക്കും ഫുള്ളായി കിടക്കുകയല്ലേ? ഞങ്ങളത് ഓപ്പൺ ചെയ്ത് വിടും. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഒരു ഷട്ടറല്ലേ തുറന്നുള്ളൂ? ഓക്കെ. അപ്പോൾ ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്? പന്നിയാർപ്പുഴ. ഏതാ? കല്ലാർകുട്ടി ഡാമിലേക്ക് അതിലേക്ക് പോകും, പന്നിയാർപ്പുഴ. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈറൺ പോലെ മുഴക്കിയല്ലോ, അത് ആൾക്കാരെ അറിയിക്കാനാണ്. ഇപ്പോൾ ഷട്ടർ തുറക്കും, വെള്ളം ഇങ്ങനെ താഴേക്ക്. എന്ത് രസമാണ് നോക്കും, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇങ്ങനെ എത്രയോ എന്താണ് ജലസംഭരണിയല്ലേ, ഇതങ്ങോട്ട് ഒരു ഷട്ടർ തുറക്കുന്നു, അതിങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ച. അതിൻ്റെ ഈ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത്ര നേരം ഇവിടെ ശബ്ദം ഒട്ടുമില്ല, ഭയങ്കര
സൈലൻസ് എന്നൊക്കെ ഞാൻ ആ മേൽഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡാം ഇങ്ങനെ വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു നിശബ്ദത എന്നൊക്കെ. ഇപ്പോൾ അതെല്ലാം മാറി. നിശബ്ദതയൊക്കെ പോയിട്ട് ഇപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമായി. കംപ്ലീറ്റ് ഇത് 2 ഷട്ടർ ഒരേ സമയം ഒരിക്കലും തുറക്കാറില്ല അല്ലേ? നമുക്ക് അധികമായിട്ട് ഇതിലും അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ ഉപയോഗിക്കും. അങ്ങനെ ഷട്ടറുകളുണ്ട്. റേഡിയൽ ഗേറ്റ് 3 തുറക്കും. 3 വേണമെങ്കിൽ ആവശ്യമുണ്ട് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. എന്തായാലും ഈ തുലാവർഷം വളരെ നല്ല രീതിയിൽ ശക്തമായിട്ട് പെയ്തതുകൊണ്ട് ഇവിടെ ധാരാളം മഴ കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വന്നതും. അതുകൊണ്ട് തുറന്നു വിടേണ്ട ആവശ്യം അധികമായിട്ട് വരുന്ന ജലം ആണല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് ഒരു സംശയം കൂടി. ഈ ഒരു ഡാമിന്റെ ഇവിടെ അല്ലേ മറ്റേ ആ ഫിലിമിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്? ഏത്? ഓർഡിനറിയുടെ ഇവിടെ ആയിരുന്നത്. ഈ പോർഷനിലാണ് അതിലെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ അല്ലേ? ഓർഡിനറി മൂവിയുടെ. അതായത് അതിൽ ആസിഫ് അലി എടുത്ത് ചാടുന്നതായിട്ട് അല്ലേ? അതിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പോർഷനിലാണ് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. എല്ലാവരുടെയും ധാരണ അത് ഗവിയിലാണ് കംപ്ലീറ്റ് എടുത്തതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ അല്ലേ? ചില പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ മാറി മാറി. ഈ അണക്കെട്ടിലെ വെള്ളം ഇങ്ങനെ തുളുമ്പി നിൽക്കുമായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ഷട്ടർ തുറന്നത്. കാണാം, നോക്കും എത്ര ബ്രിം വരെ എത്തിക്കഴിഞ്ഞു. അതൊക്കെ കണക്കുണ്ട്. അപ്പോൾ ഒരു ഷട്ടർ തുറക്കാനുള്ള അത്രയും വെള്ളം ആയിക്കഴിഞ്ഞു. എന്തൊരു ഫോഴ്സാന്ന് നോക്കൂ. പൊടി പോലും കിട്ടില്ല. ഇവിടെ അല്പം ഒന്ന് തെറ്റി വീട് പോയാൽ ആദ്യം അലിച്ചു നോക്കും. ഭയങ്കര ഫോഴ്സ്. ഒരു ഷട്ടർ തുറന്നപ്പോൾ തന്നെ ഇത്രയും ഭയങ്കരമായൊരു ഫോഴ്സിൽ വെള്ളം വരുന്ന ഒരു കാഴ്ച. ഒരു വലിയൊരു എന്താ പറയണ്ടേ, ഒരു അണക്കെട്ടിൽ നിന്നും വെള്ളം ഇങ്ങനെ തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, അതിൻ്റെ ശബ്ദമുഖരിതമാണിപ്പോൾ ഈ സ്ഥലം. ഇതിൻ്റെ ഒരു ഫോഴ്സ് ശരിക്കും ഒരു വാട്ടർഫാൾസിന് ഉണ്ടാകുന്ന അത്രയും ഒരു ഫീലാണത്. തട്ടി 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 തട്ടി. അപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലായത്. ഒരു കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം തുറന്നു വിടും. അപ്പോൾ അണക്കെട്ടൊക്കെ തുറന്നു വിട്ടാലുള്ള അവസ്ഥ ഇതാണ്. ഭയങ്കര ഒരു ഷട്ടർ. അപ്പോൾ 3 ഷട്ടർ കൂടെ ആണെങ്കിലോ അയ്യോ ഭയങ്കരമായിരിക്കും. 3 ഷട്ടേഴ്സ് ഉണ്ട് ഇവിടെ. ആ 3 കൂടി ഒന്നിച്ച് തുറന്നു വിടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ദൂരെ കാണുന്നതാണ് തൂക്കുപാലം. നല്ല ഹൈറ്റിലാണ് ആ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ താഴെ കൂടി ഇവിടുന്ന് ഷട്ടർ തുറന്നു വിട്ട വെള്ളം കുത്തൊഴുക്കായിട്ട് ആ പാറക്കെട്ടിലൊക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പോകുന്നൊരു കാഴ്ച. അപ്പം നമുക്കിനി ഇവിടുന്ന് കാറുമായിട്ട് താഴേക്ക് പോയിട്ട് ആ തൂക്കുപാലത്തിൻ്റെ ഭാഗത്ത് പോയി ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നു തൂക്കുപാലത്തിൽ കയറാൻ പറ്റുമായിരിക്കും, അറിയില്ല, നോക്കാം. പക്ഷേ ഇതേ ആ കാണുന്ന തൂക്കുപാലം ഈ ഷട്ടർ തുറന്നപ്പോൾ താഴേക്ക് പോകുന്ന ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. നല്ല ഒഴുക്കാണ് അവിടെ. നമ്മളുടെ പൊന്മുടി ഡാം. വെള്ളം ഏതാണ്ട് ഇങ്ങനെ മേൽഭാഗം വരെ കിടക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ഒരു ഷട്ടർ തുറന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ അളവൊന്ന് താഴേക്ക് പോകും. നാളെ ഉച്ച വരെ ഈ ഷട്ടർ ഓപ്പൺ ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഷട്ടർ ക്ലോസ് ചെയ്യും. പിന്നെ മഴ നന്നായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാശ്മീർ ഏരിയയിലൊക്കെ നിറച്ച് മഴ കിട്ടുന്നതുകൊണ്ട് തുലാവർഷം വളരെ ഗംഭീരമായിട്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സമൃദ്ധിയാണ് ഇവിടെ. രസകരമായിരിക്കുന്നു. ഭംഗി നോക്കി ചുറ്റും. ഈ ഭാഗത്തെല്ലാം കണ്ടില്ല, ഇവിടെ കുറച്ച് തേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ. ഒരു തേക്കിൻ്റെ ഒരു തോട്ടമുണ്ട്. ബാക്കിയെല്ലാം കുറേ വനഭൂമിയാണ്, ഫോറസ്റ്റ് ഏരിയ. പല ഡാംസിലൂടെ ഡാം സൈറ്റ്സിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ഡാമിനും അതിൻ്റേതായ പ്രത്യേകതകൾ, അതിൻ്റേതായ സൗന്ദര്യം. ഇപ്പോൾ ഈ പൊന്മുടി ഡാമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് ഫീൽ ചെയ്തൊരു ഭയാനകമായ സൗന്ദര്യമുണ്ട്. അത്രയും രസകരമായ ഷട്ടർ തുറക്കുന്ന കാഴ്ചയും അതിനോടനുബന്ധിച്ച് വെള്ളം ഇങ്ങനെ കുത്തൊഴുക്കായി ഒഴുകിപ്പോകുന്ന ആ കാഴ്ചയൊക്കെയാണ്. നല്ല ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു ഡാം സൈറ്റ്. ബ്യൂട്ടിഫുൾ. ഡാമിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ നടന്ന കാഴ്ചകൾ കാണുക. ശരിക്കും ആ നടുക്കുള്ള ഭാഗം, ഷട്ടേഴ്സിൻ്റെ ഭാഗം, കാശ്മീർ ഏരിയ, ഈ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് വേറെ മറയൊന്നുമില്ല. നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റുന്നു. എന്തുകൊണ്ടും ഒരു വ്യത്യസ്തമായ ഡാമാണിത്. ഈ അണക്കെട്ട് പൊന്മുടി അണക്കെട്ട്, പൊന്മുടി ഡാം, ഇടുക്കി ജില്ലയിലെ. പന്നിയാർ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ പൊന്മുടി
ഡാം. അപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം ഈ ഭാഗത്ത് കൂടി ഇവിടെ ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട്. ഇവിടെ ഒരു 2 വലിയ ടണൽ പോകുന്നുണ്ട്. പെൻസ്റ്റോക്ക് വഴി ഈ ടണലിലൂടെയാണ് ഈ പന്നിയാർ പ്രോജക്റ്റിന് വേണ്ടി, പവർ പ്രോജക്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ടണലിലൂടെ വെള്ളം കൊണ്ടുപോയി, ഈ വെള്ളം കൊണ്ടുപോയിട്ട് വെള്ളത്തൂവലിലെത്തിയിട്ട് അവിടെ നിന്നാണ് പവർ പ്രോജക്റ്റിലേക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിന് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ടണലിൻ്റെ മറ്റേ ഭാഗം എത്തിയപ്പോഴത്തേക്ക് അത് പൊട്ടിയിട്ട് ഒരു വലിയൊരു അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൽ 2-3 ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ പന്നിയാർ പ്രോജക്റ്റ് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പെൻസ്റ്റോക്ക് വഴി ആ ടണൽ വഴി അങ്ങോട്ട് പോകുമ്പോൾ അവിടെയാണ് അപകടം ഉണ്ടായത്. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പന്നിയാർ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പൊന്മുടി ഡാമാണ് അതിൽ പ്രധാനപ്പെട്ട ഈ പന്നിയാർ പ്രോജക്റ്റിൻ്റെ റിസർവോയർ. അങ്ങനെ നമ്മളുടെ പൊന്മുടി അണക്കെട്ട് തുറന്നുവിട്ട ഒരു ഷട്ടർ തുറന്നുവിട്ട് ആ വെള്ളം ഇങ്ങനെ ഭയങ്കര ശക്തമായി കല്ലാറുകുട്ടി പ്രോജക്റ്റിൻ്റെ ഭാഗത്തേക്ക്, കല്ലാറുകുട്ടി ഡാമിൻ്റെ ഭാഗത്തേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയാണ്. അതിൻ്റെ മുകളിലൂടെയുള്ള ഒരു തൂക്കുപാലത്തിലൂടെ ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ മനോഹരമായ തൂക്കുപാലം. ഇത് കാണുന്നുണ്ടല്ലോ, ഭയങ്കര ഒരു വാട്ടർഫാൾസ് പോലെ. ഇത് എന്ത് രസമാണ്. ഈ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ തട്ടി ഒഴുകി ഇങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് ഒഴുകി കല്ലാർകുട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഇങ്ങനെ കണ്ടില്ലേ, മിസ്റ്റ് മാതിരി വെള്ളം ഇങ്ങനെ തെറിച്ച് മുകളിലേക്ക്. ആ ഭാഗത്താണ് നമ്മുടെ ഷട്ടർ തുറന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. എൻ്റെ ദൈവമേ, എന്താ ഭംഗി ഇത് കാണാൻ. ഈ ഒരു തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഈ അണക്കെട്ടിന് മുന്നേ തന്നെ ഉള്ള തൂക്കുപാലമാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് പണിത 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു നദിക്ക് കുറുകെ അല്ലെങ്കിൽ ഈ പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയിരുന്ന അണക്കെട്ട് ഒരു തൂക്കുപാലമാണിത്. അതിപ്പോൾ കുറച്ചുകൂടി പ്രസക്തമാണ്. എന്ത് രസമാണ് ഇത് കാണാൻ. വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് താഴേക്ക് കൂപ്പുകുത്തുന്ന കാര്യം. ഇത് ചെറിയ കുട്ടികളുമായിട്ടൊന്നും ഇവിടെ വരരുത്. കാര്യം നോക്കൂ, ഇതിന് വലിയൊരു സേഫ്റ്റി ഒന്നുമില്ല. ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. നല്ല ഗ്യാപ്പുണ്ട്. ഈവൻ നമ്മൾ പോലും വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. പക്ഷെ ഭയങ്കര രസമല്ലേ കാണാൻ. ഇത് ഭംഗിയല്ലേ, താഴേക്ക് ഒഴുകി പോകുന്നു. ഓ, ഭയങ്കര കുത്തൊഴുക്കാം. രസകരമാണ് ഈ കാഴ്ച. ഇതൊരു ഭയങ്കര എന്താ പറയാ, ഒരു വനത്തിന്റെ നടുക്കൊരു തൂക്കുപാലത്തിലൂടെ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്ന ഡാമിലെ ജലസമൃദ്ധി, അതിങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്ന ആ കാഴ്ച, അത് കാണേണ്ട കാഴ്ച തന്നെ. വലിയ ആളും ബഹളമൊന്നുമില്ല, ആരവങ്ങളില്ല. ഈ ഒച്ച എന്ന് പറയുന്നത് ആ വെള്ളത്തിന്റെ, ആ വെള്ളച്ചാട്ടത്തിന്റെ പോലത്തെ ഒരു ഒച്ചയാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ അത് പവറായി മാറുകയാണ്. അതായത് ഇലക്ട്രിസിറ്റിയായി മാറുന്നു. അത്രയ്ക്ക് ശക്തിയാണ് ആ വെള്ളത്തിന്. ആ വെള്ളത്തിൻ്റെ ശക്തി ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. തൂക്കുപാലം വലിയ ശക്തമായ തൂക്കുപാലമാണ്. അത് മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മെറ്റൽ, നല്ല വടം വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുക കംപ്ലീറ്റ്. നല്ല ഹൈറ്റിലാണ് ആ തൂക്കുപാലം. കൊള്ളാം, ഇൻട്രസ്റ്റിങ്. ഏറ്റവും നല്ല രസകരമായ ഒരു അന്തരീക്ഷം, നല്ല തണുപ്പ്, വെയിലൊന്നുമില്ല, നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ. ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. ഈ ഭാഗത്തു നിന്നും, അതായത് ഈ പൊന്മുടി സിറ്റി ഭാഗം, ഈ ടൗൺഷിപ്പിൽ നിന്നും അടിമാലിയിലേക്ക് 20 കിലോമീറ്ററേ ഉള്ളൂ. പണ്ടൊക്കെ അടിമാലിയിൽ നിന്നുള്ള ബസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ മാത്രമേ സർവീസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരം പൊന്മുടി ടൗൺഷിപ്പ് അല്ലെങ്കിൽ പൊന്മുടി സിറ്റി ഭയങ്കര സംഭവമായിരുന്നു. ഒരു ഭയങ്കര ഒരു ലൈവ്ലി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊരു സെൻറ്ററായിരുന്നു. പിൽക്കാലത്താണ് രാജാക്കാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ അന്ന് ജീപ്പ് മാർഗ്ഗമൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബസ് സർവീസ് ഉണ്ട് രാജാക്കാട്ടിലേക്കൊക്കെ. അപ്പോൾ രാജാക്കാട്ടൊക്കെ ഇപ്പോൾ വലിയൊരു ടൗൺഷിപ്പായി ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പൊന്മുടി സിറ്റിയുടെ പ്രാധാന്യം പറഞ്ഞു. പക്ഷേ ഈ തൂക്കുപാലത്തിൻ്റെ പ്രാധാന്യം ഒന്നും കുറയുന്നില്ല. എന്ത് ഭംഗിയല്ലേ. അങ്ങനെ പൊന്മുടി എന്ന് പറയുന്ന പൊന്മുടി ഡാം, പന്നിയാർ പ്രോജക്റ്റിൻ്റെ ഭാഗമായ പൊന്മുടി ഡാമും തൂക്കുപാലവും ഈ ഷട്ടർ തുറക്കുന്ന കാഴ്ചകളും എല്ലാം കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മതിയായിട്ടില്ല. ഈ ഭാഗം അത്രയ്ക്ക് രസകരമായ ഒരു അനുഭവമാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾക്ക് ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. അപ്പോൾ യാത്ര മുന്നോട്ട് തുടരാം.
പൂപ്പാറയിലെ ശ്രീകൃഷ്ണ ഹോട്ടലിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ബീഫ് ഫ്രൈ കാണാൻ പോവാണ്. ശ്രീകൃഷ്ണ ഹോട്ടലിലെ സ്പെഷ്യലായിട്ടുള്ള പ്രിപ്പറേഷൻ. വെളിച്ചെണ്ണ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിരുന്നത്, സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ ഇതുകൂടാതെ പൊടി ഐറ്റംസ്, അതായത് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ ബീഫ് മസാല പൗഡർ, പിന്നെ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചത്, കടുക്. അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് വെളിച്ചെണ്ണ, എല്ലാ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തത്. നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണ. അപ്പോൾ ഏതാണ്ടൊരു അര കിലോ ബീഫ് ഫ്രൈ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, 1 ടേബിൾ സ്പൂണോളം കടുക് ചേർക്കുകയാണ്. കടുക് മുഴുവൻ പൊട്ടണം അല്ലേ? നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സവാള 3 സവാള നീളത്തിനരിഞ്ഞാണ് ചേർക്കുന്നത്, കനം കുറച്ചരിഞ്ഞത്. സവാളയോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ ചേർക്കാൻ പോകണം. എന്തൊക്കെയാണ്? ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 2 പിളർന്നത്. ഓക്കെ, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർക്കുക. പച്ചമുളക് 2 പിളർന്നത്, ഒരു 6 പച്ചമുളക് 2 പിളർന്നത്, 6 7. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് വഴറ്റുക. കളറ് മാറണം അല്ലേ? സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി തുടങ്ങുന്നു. അപ്പോൾ ഇനി പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്തു. ഗരം മസാലപ്പൊടി അതെത്ര 1/4 ടേബിൾ സ്പൂൺ. അത് നന്നായിട്ടൊന്ന് മൂക്കി. നല്ല ചൂടായി കിടക്കുമല്ലേ, അത് പെട്ടെന്ന് മൂക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി ഇറച്ചി ഇടാൻ പോവാണ്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി 1/2 കിലോ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ എണ്ണ കുറച്ചുകൂടി ഒഴിക്കേണ്ടി വരും. അല്പം എന്ന് പറഞ്ഞാൽ കുറച്ചേറെ, ഏതാണ്ടൊരു 1/2 കപ്പോളം ചേർക്കുകയാണ്. ഇനി എണ്ണയിൽ കിടന്നാണ് ഇത് മുരിഞ്ഞ് വരുന്നത്. അപ്പോൾ എണ്ണ ധാരാളമായിട്ട് വെളിച്ചെണ്ണ ചേർത്തു. ഇനി കുറച്ച് കറിവേപ്പില അല്ലേ. ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് അല്ലേ, ബീഫ് അതിൻ്റെ ഒരു ഫ്രൈ ആയിട്ട് നല്ലൊരു കളറ്, അത്ര നല്ല മണമാണ്, ഒരു കളറും ഒക്കെ ആയിട്ട് റെഡിയായി വരും. അങ്ങനെയാണ് നിൽക്കുന്നതിൻ്റെ മണം. ഇവിടുത്തെ ശ്രീകൃഷ്ണയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ. ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് ഓർഡർ ചെയ്യുന്ന കാര്യമാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ അല്ലേ. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയൊക്കെ, പിന്നെ വൈകുന്നേരം പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, റെഡ് മീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം ഇഷ്ടം. കപ്പയുടെ കൂടെ കപ്പ വേവിച്ചതും ബീഫ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത, രാത്രി കഞ്ഞി വിളമ്പുന്നുണ്ട് അല്ലേ. ഇവിടെ കഞ്ഞിയുണ്ട് ഓപ്ഷൻ. കഞ്ഞി, പയറ്, ചമ്മന്തി, പപ്പടം എല്ലാം കൂടി ചേർത്ത്, അച്ചാറ് അല്ലേ. അങ്ങനെ സിമ്പിളായിട്ട്. ഇപ്പോൾ ഈ തണുപ്പത്തൊക്കെ ശരിക്കും മൂന്നാർ, ഇടുക്കി മേഖലയൊക്കെയാണല്ലോ, ഇവിടെയെല്ലാം രാത്രി നല്ല തണുപ്പുള്ള സമയം ധാരാളമായിട്ട്. പല ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ, കാലാവസ്ഥ നല്ല തണുത്ത സമയമൊക്കെ ആകുമ്പോൾ, വിൻ്റർ ടൈം, റെയിനി സീസൺ, ഇതൊക്കെ ആകുമ്പോൾ വൈകുന്നേരം രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ ആൾക്കാർക്ക് നല്ല ചൂട് കഞ്ഞി കൊടുക്കാനും സന്തോഷമാണ്. അപ്പോൾ വേണമെങ്കിലും ബീഫ് കഴിക്കാം അല്ലേ കഞ്ഞിയുടെ കൂടെ. അങ്ങനെ ശ്രീകൃഷ്ണ ഹോട്ടൽ സ്പെഷ്യൽ ബിജു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല മണമുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ കഴിക്കും. ഇനി ഇത് പ്ലേറ്റിൽ മാറ്റിയാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു ബിജു. ബീഫ് ഞാൻ കഴിക്കാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഫ്രൈ ചെയ്യുന്നില്ല. കാണുമ്പോൾ തന്നെ അറിയാലോ എൻ്റെ മണവും വളരെ രസകരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുമാരൻ ചേട്ടനെ കണ്ട് താങ്ക്സും കൂടി പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നന്നായിരുന്നു കാര്യങ്ങൾ. താങ്ക് യു വരുന്നു. ഇനി ഇതുവഴിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കയറാം. പറയാൻ പറ്റില്ല. മൂന്നാർ എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്നൊരു സ്ഥലമാണ്. ഇനി ആൾക്കാരെ എനിക്ക് തീർച്ചയായിട്ടും വരാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇനിയും കൂടുതൽ ആൾക്കാർ ഇവിടെ വരട്ടെ. ഒരു പക്ഷേ അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ശ്രീകൃഷ്ണ ഹോട്ടൽ. അപ്പോൾ ഈ മൂന്നാർ ഭാഗത്തേക്കൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ, ഈ റൂട്ട് വരികയാണെങ്കിൽ പൂപ്പാറ വഴി വന്നാൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ കടയിൽ കയറും. ഓക്കെ.